പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ചാണ്. അവിടുന്ന് മനുഷ്യനെ, പ്രത്യേകിച്ച് പാപികളായ മനുഷ്യരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളൊരു സംഭവ കഥ 2004 കാലഘട്ടത്തിൽ ഷാലോം ടൈംസിൽ വന്ന ഒരു സംഭവ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകാതെ ഒരു അല്പസമയം ഈ വീഡിയോയ്ക്ക് മുമ്പിൽ ചെലവഴിച്ചാൽ അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ മദ്രാസിൽ നടന്ന ഒരു സംഭവം. ആ നഗരപരിധിക്കുള്ളിലുള്ള ഒരു ദേവാലയത്തിൽ അവിടുത്തെ വികാരിയച്ഛൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. വെളുപ്പാങ്കാലം, പാതിരയെല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്തോടടുത്ത്, അതായത് 3 മണിയോടടുത്ത് ഒരു കോൾ വരുന്നു. അവിടെ അടുത്ത ഭാഗത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു രോഗി മരിക്കാൻ കിടക്കുന്നു. ആ രോഗിക്ക് ഒന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. ആ രോഗിക്ക് വേണ്ട അന്ത്യ കൂതാശ കൊടുക്കണം. അപ്പം അവിടെ എപ്പോഴും ഈ അച്ഛനെ പരിചയമുള്ള ഒരു സിസ്റ്റർ അവിടെ ശുശ്രൂഷ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയാണ്, സഹോദരിയാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറി ദേവാലയത്തിലെ സക്രാരി തുറന്ന് അവിടുന്ന് ഈ കഴുത്തിലിടുന്ന ഒരു ലോക്കറ്റ് പോലെ ഈ ഈശോയെ വെക്കുന്ന ഒരു വട്ടത്തിൻ്റെ സംഭവം ഉണ്ട്. ഒരു മാലയുടെ അവിടെ ഉള്ളൊരു സംഭവമുണ്ട്. സക്രാരി തുറന്ന് അതിൽ നിന്ന് ഒരു ദിവ്യകാരുണ്യ ഈശോ എടുത്ത് അതിനുള്ളിൽ വെച്ചിട്ട് അടച്ച് അച്ഛൻ ബൈക്കിൽ കയറി ആ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ ICUവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ രോഗി മരണത്തോട് അടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ശ്വാസം മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ കേൾക്കാം, തിരിച്ച് ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ശരീരത്തിൽ ചലനമുണ്ട്. അപ്പോൾ അച്ഛൻ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൂതാശയെല്ലാം കൊടുത്ത്, അന്ത്യകൂതാശയെല്ലാം കൊടുത്തതിന് ശേഷം ഈ രോഗിക്ക് ഈശോയെ കൊടുക്കാനായിട്ട് ആ ഒരു ലോക്കറ്റ് തുറന്നപ്പോൾ അച്ഛന് അത്ഭുതമായി. അച്ഛൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അച്ഛൻ ഒരു ദിവ്യകാരുണ്യ ഈശോയാണ് എടുത്തു വെച്ചത്. പക്ഷെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ദിവ്യകാരുണ്യ ഈശോ ഇരിക്കുന്നു. തിരുവോസ്തി 2 എണ്ണം ഇരിക്കുന്നു. അപ്പം ഒരെണ്ണം എടുത്ത് ആ രോഗിക്ക് കൊടുത്തു. എന്നിട്ട് അതിനുശേഷം അച്ഛൻ വിചാരിച്ചു, ഞാൻ ഒന്ന് തന്നെയാണല്ലോ വെച്ചത്, പിന്നെ ഇതിങ്ങനെ 2 എണ്ണമായി. അപ്പോൾ ഇവിടെ എന്തോ ഈശോ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അച്ഛൻ ആ സിസ്റ്ററോട് ചോദിച്ചു, ഇവിടെ വേറെ ആരെങ്കിലും രോഗിയായിട്ടും ഇങ്ങനെ മരണാസന്നരായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അതൊരു സർക്കാർ ആശുപത്രിയാണ്. ആദ്യം ആ സിസ്റ്റർ പറഞ്ഞില്ല, ആരുമില്ല, വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പുറത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ സിസ്റ്റർ ഓടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛ, കുറച്ച് ദിവസമായി ഇവിടെ വരാന്തയിൽ ഒരു ഭിക്ഷക്കാരൻ, ഒരു രോഗിയാണ്, അയാൾ മരണാസന്നനായിട്ട് ഇങ്ങനെ മരിക്കാറായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അന്നേരം സിസ്റ്ററോട് വന്നപ്പോൾ എവിടെയാ എന്നാൽ പിന്നെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഈ സിസ്റ്ററേയും കൂട്ടി അച്ഛൻ ആ രോഗി, ആ ഭിക്ഷക്കാരനായിരിക്കുന്ന ആ മനുഷ്യൻ കിടക്കുന്ന വരാന്തയിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അയാളുണ്ട്, അയാളുടെ അടുത്ത് അയാളുടെ ഭാര്യയുണ്ട്. അയാൾ ഇങ്ങനെ ശ്വാസം വലിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കുർബാന കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഭിക്ഷക്കാരൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛൻ ചോദിച്ചു, കുമ്പസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പം അച്ഛൻ്റെ കയ്യിൽ അയാൾ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് അയാളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ പാപങ്ങൾ അങ്ങോട്ട് പറയാം, ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ വെള്ളയിൽ ഇങ്ങനെ അമർത്തണം ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അച്ഛൻ കുറേ പാപങ്ങൾ, സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഇയാൾ ചെയ്ത പാപങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഭിക്ഷക്കാരൻ എന്ത് ചെയ്തു? അയാൾ ഈ അച്ഛൻ്റെ കൈവെള്ളയിൽ ഇങ്ങനെ അമർത്തി. അങ്ങനെ അതിനുശേഷം അച്ഛൻ പാപം ആശീർവദിച്ചു, പാപമോചനം കൊടുത്തു. അതിനുശേഷം ഈ തൻ്റെ അച്ഛൻ കഴുത്തിൽ ധരിച്ചിരുന്ന ഈശോയെ വെച്ചിരുന്ന ആ ലോക്കറ്റ് തുറന്ന് ഈശോയെ എടുത്ത് അയാളുടെ വായിലേക്ക് കൊടുക്കുമ്പോൾ ആ വാൾ തുറക്കുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് ഈളായും ഞോളായും എല്ലാം ആയിട്ട് അഴുക്ക് നിറഞ്ഞ വായ, ദുർഗന്ധം വമിക്കുന്ന, എന്നാലും അച്ഛൻ ഭക്തിയോടുകൂടി അയാളുടെ വായിലേക്ക് ഈശോയെ കൊടുത്തു. അതിനുശേഷം അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിലേക്ക് പോന്നു. പിറ്റേ ദിവസം എന്തായെന്നറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ സിസ്റ്ററെ വിളിച്ചു, ആ നേഴ്സിനെ വിളിച്ചു. അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു, അച്ഛാ, വലിയൊരു അത്ഭുതം നടന്നു. അച്ഛൻ അന്ത്യകൂദാശയും കൊടുത്ത് കുർബാനയും കൊടുത്ത് ആ രോഗി രക്ഷപ്പെട്ടു. ആ ICUവിലായിരുന്ന ആ രോഗി രക്ഷപ്പെട്ടു. അയാൾ മരിച്ചില്ല, അയാൾ നല്ല ഉഷാറായി. അയാളെ വാർഡിലേക്ക് മാറ്റി. അതിനുശേഷം ആ നേഴ്സ് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ 2ാമത് കുർബാന കൊടുത്ത ആ ഒരു ഭിക്ഷക്കാരനില്ലേ, അയാൾ മരിച്ചു കേട്ടോ. അയാൾ അന്ന് അച്ഛൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു.
ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നാളുകൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു കുർബാന കഴിഞ്ഞ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന ആ ദേവാലയത്തിലെ ഒരു കുർബാന, ഒരു ദിവസത്തെ രാവിലത്തെ കുർബാന കഴിഞ്ഞ് അച്ഛൻ പുറത്തെ അച്ഛൻ്റെ പള്ളിമുറിയിലേക്ക് നടക്കുമ്പോൾ അച്ഛനെ കാണാനായിട്ട് ഒരു വൃത്തിയൊന്നുമില്ലാത്ത, വലിയ ഇതൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. ആ സ്ത്രീ അച്ഛനെ സ്വയം പരിചയപ്പെടുത്തി. അച്ഛൻ ഒരു ദിവസം ഇവിടുത്തെ ആ ഹോസ്പിറ്റലിൽ അച്ഛൻ ഒരു ഭിക്ഷക്കാരന് കുർബാന കൊടുക്കാൻ വന്നില്ലായിരുന്നു. ആ ഭിക്ഷക്കാരൻ്റെ ഭാര്യയാണ് ഞാൻ. എന്നിട്ട് അതിനുശേഷം ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കഥയിലെ ഏറ്റവും ഹൈലൈറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. എൻ്റെ ഭർത്താവിന് അച്ഛൻ കുർബാന കൊടുത്ത് അച്ഛൻ പോയി കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു. എൻ്റെ ഭർത്താവ് ഒരു തികഞ്ഞ തിരുഹൃദയ ഭക്തനായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട് സ്ഥലമെല്ലാം വെള്ളപ്പൊക്കത്തിലൊക്കെ നഷ്ടപ്പെട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഈ നഗരത്തിൽ വന്ന് എൻ്റെ ഭർത്താവ് ഒരു രോഗിയായി. ആദ്യം പണിയൊക്കെ എടുത്തിരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ രോഗിയായി. അങ്ങനെയാണ് പുള്ളി ഇങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ കാര്യം കൊണ്ട് ഭിക്ഷ തെണ്ടിയൊക്കെ ഞങ്ങൾ ജീവിച്ചിരുന്നത്. 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചാൽ മരിക്കാൻ സമയമാകുമ്പോൾ ഈശോയെ സ്വീകരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് ഒരു വിശ്വാസം എൻ്റെ ഭർത്താവിനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ ആ ഈശോ അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു ബോധ്യം, അതിനനുസരിച്ച് അങ്ങനെ അച്ഛനിലൂടെ ഈശോയെ സ്വീകരിക്കാനായിട്ടൊരു ഭാഗ്യം എൻ്റെ ഭർത്താവിന് ലഭിച്ചു. അങ്ങനെ ആ ഈശോയെ നല്ലൊരു കുമ്പസാരം നടത്തി ഈശോയെ സ്വീകരിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം ഈശോ എൻ്റെ ഭർത്താവിന് കൊടുത്തു. അതാണ് അന്ന് സംഭവിച്ചതെന്ന്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നമുക്ക് എത്ര പേർക്ക് ഈ ഒരു അറിവുണ്ട്, ഈ ഒരു ബോധ്യമുണ്ട്? മാസത്തിൽ ഒന്നെങ്കിലും കുറഞ്ഞത് ഒന്ന് കുമ്പസാരിക്കാനും, അതുപോലെ തന്നെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോയിട്ട്, പ്രത്യേകിച്ച് 9 ആദ്യ വെള്ളിയാഴ്ച നമ്മുടെ ആയുസ്സിൽ എപ്പോഴെങ്കിലും 9 മാസം അടുപ്പിച്ച് 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ ദേവാലയത്തിൽ പോയി കുമ്പസാരിച്ച് ഈ കുർബാനയിൽ പങ്കെടുത്ത ദിവ്യകാരൻ ഈശോയെ സ്വീകരിക്കാൻ സാധിച്ചാൽ ആ ഭിക്ഷക്കാരന് ഈശോ കൊടുത്ത ആ ഒരു വാഗ്ദാനം അത് നമ്മുടെ ജീവിതത്തിലും ഈശോ നമുക്ക് നിറവേറ്റി തരുമെന്നുള്ളത് പരമാർത്ഥമായ സത്യമാണ്. അതുകൊണ്ട് ഈ ഒരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിയട്ടെ. ഈ ഒരു മാസം, അതായത് ഇന്ന് 6-ാം തീയതിയാണ്, ബുധനാഴ്ച, നാളെ വ്യാഴം, നാളത്തെ കഴിഞ്ഞ് വെള്ളി. ഈ വെള്ളിയാഴ്ച മുതൽ നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോയി കുമ്പസാരിച്ച് കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കാൻ, അത് തുടർന്നൊരു 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ ചെയ്യാനായിട്ട്, അങ്ങനെ മരണസമയത്ത് ഈശോ നമുക്ക് നൽകുന്ന ആ ഒരു വാഗ്ദാനം, ആ ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ, ഈശോ നമ്മുടെ ആത്മാവിന് സംരക്ഷണം നൽകുവാൻ, ഈശോയുടെ ആ കൃപ നമ്മുടെ ആത്മാവിന് ലഭിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം, നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയാനായിട്ട് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ നിരവധി ദിവ്യകാരുണ്യ അനുഭവങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞു ഓസ്തിയിൽ നമ്മുടെ കൈവെള്ളയിൽ കുർബാന മധ്യേ നമുക്ക് വെച്ച് തരുന്ന, കുർബാനയുടെ ആ അവസാന സമയത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തരുന്ന ആ ഈശോ, ആ ഒരു കുഞ്ഞു ഓസ്തിയിൽ ഈശോ ജീവിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമായ സത്യമാണ്. ഈശോയുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്. അവിടുന്ന് തന്റെ ഹൃദയം നുറുക്കിയാണ് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ദിവ്യഭോജനമായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത്, ആത്മാവിന്റെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് അതൊരു പരമാർത്ഥമായ സത്യമാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആ യോഗ്യതയോടുകൂടി വേണം ഈശോയെ സ്വീകരിക്കാൻ, എത്രത്തോളം ഒരുങ്ങണം എന്നുള്ളത് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കുർബാനയിലുള്ള ഭക്തിയോടുകൂടി ഉള്ള പങ്കാളിത്തത്തെക്കുറിച്ചും ദിവ്യകാരനെ ഈശോയെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പുള്ള വീഡിയോ യൂട്യൂബിൽ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വീഡിയോ കാണാനിട വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.